ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇതൊരു മലയാളം കീബോർഡ് ക്ലാസ്സാണ്. മലയാളത്തിലൂടെ കീബോർഡ് എങ്ങനെ പഠിച്ചെടുക്കാം, വളരെ വേഗം എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കീബോർഡ് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഒരുപാട് രാഗത്തിലാണ് ഞാൻ ഓരോ വീഡിയോയും പരിചയപ്പെടുന്നത്. സാധാരണ കർണാടക സംഗീതം മായാമാളവ ഗൗള രാഗത്തിലാണ് സിലബസ് സാധാരണ ഒരു ഘട്ടം വരെ സാധാരണ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സും ഓരോരോ പുതിയ രാഗത്തിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുക. അപ്പോൾ ഓരോ രാഗം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ആ രാഗത്തിൽ വരുന്ന പാട്ടുകളും കീർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ രാഗങ്ങൾ മാറ്റി തന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അലങ്കാരത്തിനകത്ത് മൂന്നാമത്തെ അലങ്കാരമായ ചതുരസ്രജാതി രൂപകതാളമാണ്. ഇത് നിങ്ങൾക്ക് ചാരുകേശി എന്ന രാഗത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് നമുക്ക് പരിചയപ്പെടുത്തിയ രാഗം എന്ന് പറഞ്ഞാൽ ഷൺമുഖപ്രിയയായിരുന്നു. ഇന്ന് നമുക്ക് പരിചയപ്പെടുന്ന ചാരുകേശി 26ാമത്തെ മേളകർത്ത രാഗമാണ്. അപ്പോൾ വളരെ മനോഹരമായ രാഗമാണ്. ഇതിനകത്ത് സിനിമാ പാട്ടുകളും അതുപോലെ കീർത്തനങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ രാഗം പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ആ കീർത്തനങ്ങളും അതുപോലെ തന്നെ ആ സിനിമാ ഗാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വേണം ഓരോ രാഗങ്ങൾ പഠിച്ചെടുക്കാൻ. പറയുന്ന ഓരോ രാഗം നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ചാരുകേശി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം അതിനകത്ത് വരുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, കൈപദം, നിഷാദം, ഷഡ്ജം. ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. സമ്പൂർണ്ണ രാഗം എന്ന് പറഞ്ഞാൽ എല്ലാ രാഗങ്ങളും ഉള്ള രാഗങ്ങളാണ് സമ്പൂർണ്ണ രാഗം ആയിട്ട് അറിയപ്പെടുന്നത്. മേളകർത്ത രാഗ പട്ടിക എന്ന് പറയുന്നത് സമ്പൂർണ്ണ രാഗങ്ങളുടെ പട്ടികയാണ്. അത് സമ്പൂർണ്ണ രാഗമായതുകൊണ്ട് 72 രാഗങ്ങളെന്ന് പറയുന്നത് സമ്പൂർണ്ണ രാഗമാണ്. എന്ന് വെച്ചാൽ എല്ലാ സ്വരങ്ങളും ഉള്ള രാഗം, അതാണ് സമ്പൂർണ്ണ രാഗം. അല്ലാത്ത രാഗങ്ങൾ അപൂർണ്ണ രാഗം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷഡ്ജം കൂടിയതാണ്, ഗാന്ധാരം കൂടിയതാണ്, മധ്യമം കുറഞ്ഞതാണ്, പഞ്ചമം കൈപദം കുറഞ്ഞാണ്, നിഷാദം കുറഞ്ഞാണ് ഷഡ്ജം. അപ്പോൾ ആരോണം അവരോണം ഒന്നുകൂടെ വായിച്ച് ചെയ്യും. നമ്മൾ രൂപതാളത്തിനകത്ത് അക്ഷരക്കാലം വരുന്ന 6 അക്ഷരമാണ്. 6 അക്ഷരം എന്ന് പറയുമ്പം 2, 4 ഈ ക്രമത്തിലാണ് അക്ഷരം വരുന്നത്. അപ്പം സാരി സാരി ഗമ പറ്റില സമം വീച്ച്, അത് കഴിഞ്ഞ് 2, 3 രണ്ടാമത് വരും. അപ്പം 6 അക്ഷരമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഞാനത് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം അത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. താളം പഠിക്കണം. സാരി സാരി ഗമ രീഗ രീഗ മ പ, അത് പഠിക്കണം. പിന്നെ പാട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈ സ്വരസ്ഥാനം കൃത്യമായിട്ട് അറിയാൻ പറ്റും. സാരി ഗമ ഒന്നാമത്തെ സാരി സാരി ഗമ, സെക്കൻഡ് ലൈൻ രീഗ രീഗ മ പ രീഗ രീഗ മ പ, മൂന്നാമത്തെ ലൈൻ ഗമ ഗമ പദ, നാലാമത്തെ ലൈൻ മാ പ മാ പ ദ നി മാ പ മാ പ ദ നി, അടുത്ത ലൈൻ പാദ പാദ നി സ, ആരോഹണം കവർ ചെയ്ത്
അവരോട് വായിക്കാം. സാനി സാനി ദാപ്പ നീദ നീദ പാമ ദാപ്പ ദാപ്പ മഗ. പുറകോട്ട് കവർ ചെയ്യുമ്പോൾ മാ തന്നെ വിരൽ ആ വിരൽ തന്നെ അവിടെ വരണം. പാമ പാമ ഗാരി മഗ മഗാരി സാരി സാരി ഗമ രി ഗരി ഗമ 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 പദ മപ മപദ നി പദ പദ നി സനി സനി ദ നി ദ നി ദ പമ ദപ ദപ മ പമ പമ ഗരി മഗ മഗരി. അത് കഴിഞ്ഞ് സാരി സാരി ഗമ രി ഗരി ഗമ. ആ സ്പീഡിലേക്ക് സ്വരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സാരി സാരി ഗമ രി ഗരി ഗമ 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 പദ മപ മപദ നി പദ പദ നി സ. അത്ര സ്പീഡിൽ 4-ാം കാലം അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്പീഡപ്പ് ആക്കി എടുത്ത് വേണം ഓരോ നോട്ടും കവർ ചെയ്യാൻ. അപ്പോൾ ഈ നോട്ട് ഇവിടെ കൊണ്ട് പൂർണ്ണമായും നിങ്ങളിത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഇത് പാട്ട് പഠിക്കുന്ന കുട്ടികൾക്കും പ്രയോജനം ചെയ്യും. മറ്റ് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഹാർമോണിയത്തിലും ഇത് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ഉപകരണത്തിലൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇവിടെ കൊണ്ട് പൂർണ്ണമായാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് എഴുതി ചോദിക്കുക, മനസ്സിലാക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. താങ്ക്സ്.